പാഠം 399 കാര്യം കാണാനുള്ള വഴികൾ. ഹലോ, അത് സത്യഭാമയാണ്. ആ സത്യപാല, ഞാൻ 2 പ്രാവശ്യം വിളിച്ചിരുന്നല്ലോ. എന്താ ഫോൺ എടുക്കാഞ്ഞേ? അതെയോ, ആ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. ഇന്നലെ എന്നെ കാണാൻ വേണ്ടി ഒരാൾ വന്നത് ഓർമ്മയുണ്ടോ? ആ അയാൾ തന്നെ. അയാളുടെ കേസ് നമുക്കിന്ന് ഫയൽ ചെയ്യണം. നാളെയെങ്കിലും ഒരു ഓർഡർ വാങ്ങിയില്ലെങ്കിൽ പ്രശ്നമാ. അതെ, 6 ലക്ഷം രൂപയുടെ കാര്യമല്ലേ, അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? പോലീസിനാണെങ്കിൽ എങ്ങനെയെങ്കിലും അയാളെ പിടിച്ച് അകത്താക്കിയാൽ മാത്രമേ തൃപ്തിയാവുള്ളൂ. ഈ കേസ് നമുക്ക് എന്തായാലും ജയിക്കണം. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഞാൻ വരുമ്പോ ഒരു 11:30 ആവും. അപ്പോഴേക്കും ആ പേപ്പേഴ്സ് ഒന്ന് റെഡിയാക്കി വെക്കണേ. ശരി. ഏതോ വൻ തട്ടിപ്പുകാരനെ പോലീസിൽ നിന്ന് രക്ഷിക്കാനുള്ള പരിപാടിയാണല്ലോ. ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ്. പലരെയായി പറഞ്ഞ് കബളിപ്പിച്ച് 6-7 ലക്ഷം രൂപ തട്ടിച്ചു എന്നതാണ് കേസ്. അയാളെ എങ്ങനെയെങ്കിലും അകത്താക്കിയേ പറ്റൂ എന്നുള്ള വാശിയിൽ പോലീസ്, എങ്ങനെയും അയാളെ രക്ഷിക്കണമെന്നുള്ള വാശിയിൽ ഞാനും. ഈ പണം നഷ്ടപ്പെട്ടവരൊക്കെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിരിക്കുമല്ലോ. അതെ. അപ്പോ പാവങ്ങളെ പറ്റിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ഒരാളെ രക്ഷിക്കാനാണ് നിന്റെ പരിപാടി. എനിക്ക് എന്റെ കക്ഷിയുടെ കാര്യം നോക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. പണം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കാൻ സർക്കാർ വക്കീലുണ്ടല്ലോ, അയാൾ വാദിക്കട്ടെ. ഒരു കേസ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഈ സ്വഭാവം നീ നിർത്തണം ഭാമേ. എന്തെങ്കിലുമൊക്കെ കേസ് വാദിച്ച പോരല്ലോ. ആദ്യം നീ ഒരു കേസിനെ പറ്റി അറിയണം. പ്രതിയുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് അന്വേഷിക്കണം. പ്രതിയുടെ ഭാഗത്താണ് ന്യായമെന്ന് തോന്നിയാൽ മാത്രമേ നീ ആ കേസ് അന്വേഷിക്കാവൂ. ആരുടെ ഭാഗത്താണ് ന്യായം തീരുമാനിക്കേണ്ടത് വക്കീലല്ല, ജഡ്ജിയാണ്. ആ തീരുമാനമെടുക്കാൻ ജഡ്ജിയെ സഹായിക്കുക എന്നതാണ് ഒരു വക്കീലിന്റെ ജോലി. മോഹനേട്ടാ, നമ്മുടെ നാട്ടിലെ പോലീസുകാരല്ലേ, അവര് ചാർജ് ചെയ്ത് കൊണ്ടുവരുന്ന കേസുകളിൽ പകുതിയും കള്ളക്കേസുകളായിരിക്കും. സത്യത്തിൽ ഞങ്ങള് വക്കീലന്മാരുള്ളത് കൊണ്ടാണ് പലപ്പോഴും നിരപരാധികളായ ആളുകളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. ഈ പോലീസ് എന്ന് പറയുന്നത് ഒരു സർക്കാർ സംവിധാനമാണ്. അവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ്. അങ്ങനെയൊക്കെയാണ് സങ്കല്പം. പക്ഷേ നമ്മുടെ നാട്ടിലെ ഏറ്റവും സംഘടിതമായ ഗുണ്ടാ സംഘമാണ് പോലീസ്. അവരെ വിശ്വസിക്കുന്നതിനെക്കാട്ടിലും നല്ലത് കായകുളം കൊച്ചുണ്ടി വിശ്വസിക്കുന്നതാ. ഓഹോ, നീ ഇപ്പൊ എന്താ പറഞ്ഞിട്ടൊന്ന്? പോലീസുകാർ ഗുണ്ടകളാണെന്നോ? 3 മാസം മുമ്പ് ബ്ലേഡ് കമ്പനി നടത്തിയ യോഹന്നാന്റെ കേസ് നീ ബാധിച്ചത് ഓർമ്മയുണ്ടോ? പലരെയായി പറ്റിച്ച് 10-25 ലക്ഷം രൂപയുമായി മുങ്ങിയ ആളാണ് യോഹന്നാൻ. അയാളെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് പോലീസ് കോടതിയിൽ കൊണ്ടുവന്നു. അന്ന് അയാൾക്ക് വേണ്ടി കേസ് വാദിക്കാൻ പോയപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഭാമേ, പാവങ്ങളെ പറ്റിച്ചവനാണ് യോഹന്നാൻ, അവന്റെ കേസ് വാദിക്കരുതെന്ന് അന്ന് നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇതൊക്കെ പോലീസ് ഉണ്ടാക്കിയ കള്ളക്കഥയാണ് എന്ന്. എന്റെ വാക്ക് ധിക്കരിച്ച് നീ കോടതിയിൽ അയാൾക്ക് വേണ്ടി കേസ് വാദിച്ച് ജയിച്ച് അയാളെ രക്ഷപ്പെടുത്തി. എന്നിട്ട് എന്തായി? എനിക്ക് നല്ലൊരു തുക ഫീസായി കിട്ടി. ഫീസ് കാര്യം ഇവിടെ, അത് കഴിഞ്ഞുള്ള കാര്യം പറ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ അറിയുന്നതിനാണ്. ഞാൻ കേസ് വാദിച്ചു, ജയിച്ചു, എന്റെ ജോലി കഴിഞ്ഞു. പിന്നെ എന്ത് സംഭവിച്ചാലും എനിക്കെന്താ? അങ്ങനെ പറഞ്ഞാ പോരല്ലോ. നമ്മൾ ഒരു കാര്യം ചെയ്തത് കൊണ്ടുണ്ടായ പ്രത്യാഘാതങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നീ രക്ഷപ്പെടുത്തിയ യോഹന്നാൻ പുറത്തിറങ്ങി വീണ്ടും തട്ടിപ്പുടങ്ങി. ഇത്തവണ തുക കൂടി, മൊത്തം 40 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. ആ തട്ടിപ്പിൽ നിന്റെ കൂട്ടുകാരി വിദ്യാലക്ഷ്മിയുടെ അമ്മാവനും പെട്ടതോടെ നിനക്ക് മനസ്സിലായി നീ കാണിച്ചത് അബദ്ധമാണ്. ഈ രണ്ടാമത് യോഹന്നാനെ പോലീസ് പിടിച്ചപ്പോ ഞാൻ കേസ് വാദിക്കാനൊന്നും പോയില്ലല്ലോ. ഇല്ല, നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കൊരു പ്രശ്നമുണ്ടായപ്പോ നിനക്ക് യോഹന്നാൻ പ്രശ്നക്കാരനാണെന്ന് മനസ്സിലായി. ആദ്യത്തെ പ്രാവശ്യം അയാളെ കോടതിയിൽ നിന്ന് രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ രണ്ടാമത് കേസുണ്ടാവുമായിരുന്നോ? ഭാമേ, നിന്നെപ്പോലുള്ള വക്കീലന്മാർ രക്ഷിക്കാനുള്ളത് കൊണ്ടാണ് വീണ്ടും ഇവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരക്കാർക്ക് വേണ്ടി കേസ് വാദിക്കരുതേ എന്ന്. മോഹനേട്ടാ, ആളുകളെ നന്നാക്കലല്ല ഞങ്ങൾ വക്കീലന്മാരുടെ ജോലി. അതൊക്കെ മതപണ്ഡിതന്മാരുടെയോ സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ ജോലിയാണ്. ഒരു കക്ഷി എന്നെ വന്ന് കണ്ട് കേസ് വാദിക്കാൻ പറയുമ്പോ അയാളെ എങ്ങനെ രക്ഷിക്കാം എന്നത് മാത്രമല്ലേ ഞാൻ ആലോചിക്കേണ്ടതുള്ളൂ. ചുരുക്കത്തിൽ നിനക്ക് കാശ് കിട്ടുമെങ്കിൽ എന്തു കൊള്ളക്ക് നീ കൂട്ടി. ഞാൻ കൂട്ടു നിന്നാൽ ഇല്ലെങ്കിൽ നടക്കാനുള്ളതൊക്കെ നടക്കില്ലേ? ഇതൊക്കെ ആലോചിച്ചാൽ എനിക്ക് സമയമില്ല.
കേസ് വാദിക്കുക, കഴിയെങ്കിൽ ജയിക്കുക, അത്രേ ഉള്ളു കാര്യം. വേറെ ഒന്നും എന്റെ പ്രശ്നമല്ല. പക്ഷേ ആഹാ ഭാമേ, എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് കാശുണ്ടാക്കിയാൽ മതിയെങ്കിൽ ബാങ്ക് കൊള്ളടിക്കാൻ പോകുന്നില്ലേ ഇതിൽ നല്ലത്? അതാവുമ്പോ ഒന്നും മെനക്കെട്ട കൈ നിറയെ കാശ് വരും. സംഭവം അടിപൊളിയാ. ആ പക്ഷെ ബാങ്ക് കൊള്ളടിച്ച് പണം ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് തെറ്റല്ലേ മോഹനേട്ടാ? ഒരു കക്ഷിയുടെ കേസ് അയാൾ എത്ര മോശക്കാരനാണെങ്കിലും വാദിച്ചതിന്റെ ഫീസ് വാങ്ങുന്നത് ഒരു കുറ്റകൃത്യമേ അല്ല. നിയമത്തിന്റെ മുന്നിൽ കുറ്റകൃത്യമല്ലായിരിക്കാം, പക്ഷേ നിന്റെ മനസാക്ഷിയുടെ മുന്നിലോ? നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച യോഹന്നാനെ കേസിൽ നിന്ന് രക്ഷിച്ചപ്പോ നിനക്ക് ഫീസ് കിട്ടിയെന്നുള്ള ആരും ശരിയായിരിക്കും, പക്ഷേ നിനക്ക് മനസ്സമാനം കിട്ടോ? എന്റെ കക്ഷിക്ക് വേണ്ടി കോടതിയിൽ ബാധിച്ച് തോറ്റെങ്കിൽ മാത്രമല്ലേ എന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുള്ളൂ. കേസ് ഞാൻ ബാധിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ മനസ്സമാധാനം കേട്? ഭാമേ, മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം സത്യസന്ധരായ ആൾക്കാർക്ക് വേണ്ടി മാത്രമേ കേസ് വാദിച്ചിട്ടുള്ളൂ എന്ന്. ആ ഗാന്ധിജി രാഷ്ട്രപിതാവായിട്ടിരിക്കുന്ന രാജ്യത്താണ് നിന്നെപ്പോലുള്ളവർ കള്ളന്മാരുടെയും കൊലപാതകളുടെയും കേസ് വാദിക്കുന്നതും ജയിക്കുന്നതും. മഹാത്മാഗാന്ധി സ്വന്തം കാര്യങ്ങൾ തനിയെ ചെയ്തിരുന്ന ആളാണ്. സ്വന്തം ചർക്കയിൽ നൂറ്റ വസ്ത്രങ്ങളായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. ആ ഗാന്ധിജി രാഷ്ട്രപിതാവായിരിക്കുന്ന രാജ്യത്താണ് മോഹനട്ടൻ പുറത്തുനിന്ന് തുണി വാങ്ങി ഷർട്ട് തയ്ച്ച് അത് എന്നെ കൊണ്ട് അലക്കി തേപ്പിച്ച് അതിട്ട് നല്ല മിടുക്കനായി ഞെളിഞ്ഞിങ്ങനെ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. മോഹനട്ടൻ ഒരു ആഫീസ് കാര്യത്തിലെങ്കിലും ഞാൻ ഇടപെടാൻ വരാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്നെ എന്റെ വഴിക്ക് അങ്ങ് വിട്. ഏതൊക്കെ കേസ് വാദിക്കണം, ഏതൊക്കെ കേസ് വാദിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ആ കേസ് എങ്ങനെ വാദിക്കണമെന്ന് ലോ കോളേജിൽ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുമുണ്ട്. ഈ വിഷയത്തിൽ പുറത്തുനിന്നുള്ള ഉപദേശം ഞാൻ എടുക്കുന്നില്ല. ആ ഉത്തമന, എനിക്ക് പുതിയൊരു കേസ് കിട്ടി. ഇനി ആ കേസിലെ ന്യായവും നീതിയും തലനാരിഴ കീറി തർക്കിക്കാൻ നിൽക്കാതെ വേഗം വേഷം മാറി സാർ ആഫീസിൽ പോയാട്ടെ. എന്താണ്? ഞാൻ ഉത്തമനോട് സംസാരിക്കട്ടെ. എന്ത് പറയാം. വില്ലേജ് ഓഫീസറെ എത്ര ഉടക്കിയാലും ഇന്നത്തെ കേസ് എനിക്ക് വാദിക്കാതിരിക്കാൻ പറ്റില്ല. വക്കീലെ കാണാമെന്നാണോ? അതെ സാറേ. എന്താ കേസ്? കൊലപാതകമോ പിടിച്ചു പറയോ തമ്മിതല്ലോ? അതൊന്നും അല്ല സാറേ. പിന്നെ വക്കീലെ കാണുന്ന അല്ല. നമസ്കാരം വക്കീലെ. ഞാനേ ആ രാധാമണിയുടെ കേസിന്റെ കാര്യം പറയാൻ വന്നതാ. രാധാമണിയുടെ അച്ഛനെ ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വെച്ച് കണ്ടായിരുന്നു. എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വക്കീലിനോട് പറയണമെന്ന് എന്നോട് പറഞ്ഞു. അതിലിപ്പോ ഞാൻ എന്ത് തീരുമാനം ഉണ്ടാക്കാൻ ഉത്തമ? കേസ് കോടതി നടക്കല്ലേ? കുടുംബ കോടതിയിൽ ശരാശരി ഒരു ദിവസം 10-20 ഡൈവേഴ്സ് പെറ്റീഷനെങ്കിലും വരുന്നുണ്ട്. അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണ്ടേ? ഓ, അപ്പൊ ഡൈവേഴ്സ് കേസാണ്. മാനം മര്യാദക്ക് ജീവിക്കുന്ന ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തല്ലിച്ച് പിരിക്കുക. എന്റെ ഈശ്വര, ഈ പാവം എവിടെ കൊണ്ടുപോയി കളയും? ഒരു പാവവും ഇല്ലേ. ശിവദാസന്റെ രാധാമനുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. കല്യാണത്തിന്റെ പിറ്റേ ദിവസം തുടങ്ങിയതാണ് ശിവദാസന്റെ ഉപദ്രവം. ദിവസവും മൂക്കറ്റം കുടിക്കും. ജോലിക്ക് പോയാ പോയി, വൈകുന്നേരം കുടിച്ചിട്ട് വന്ന് രാധാമണിയെ തല്ലോട് തല്ല്. ആദ്യമൊക്കെ ആരെ അറിയിക്കാതെ രാധാമണി സഹിച്ചു. പക്ഷെ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അത് മാത്രമല്ല സാറേ, ഈ രാധാമണി സഹകരണ ബാങ്കിലെ ക്യാഷിയറാണ്. അവക്ക് കിട്ടുന്ന ശമ്പളവും കൂടെ ഈ ശിവദാസൻ പിടിച്ചു വാങ്ങിക്കും. എന്തിനാ? കുടിക്കാൻ. ഭാര്യയുടെ ശമ്പളം പിടിച്ചു വാങ്ങിച്ച് മൂക്കറ്റം കുടിച്ചിട്ട് തിരിച്ച് വന്ന് ഈ ഭാര്യയെ തല്ലാന്ന് വെച്ചാ? ശരി, അങ്ങനെ സംഭവിച്ചു. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? നാട്ടിലെ യോഗ്യരായ ആരെങ്കിലും കൊണ്ട് ശിവദാസിനെ ഉപദേശിപ്പിക്കാം. അറിവില്ലായ്മ കൊണ്ട് ചെയ്ത തെറ്റായിരിക്കും, അത് പറഞ്ഞു തിരുത്തണം. അല്ലാതെ ചാടി ഇറങ്ങി ഡൈവേഴ്സിന് പോകുകയല്ല വേണ്ടത്. സാറേ, ഉപദേശിക്കാവുന്നത് പലരായിട്ട് ഉപദേശിച്ചു, ഒരു പ്രയോജനവുമില്ല. ശിവദാസൻ നന്നാവുന്ന കാര്യേ ഇല്ല. എന്നാലും ഭർത്താവ് കള്ളുകൂടിനാണെന്ന് പറഞ്ഞ് വിവാഹമോചനം നടത്തുന്ന പറഞ്ഞാല് രാധാമണി ചെയ്യുന്നത് പോലെ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം കൂടി ചെയ്താൽ നാട്ടിൽ ഡിവോഴ്സ് നടക്കാത്ത എത്ര കുടുംബം കാണും? അമ്മേ, നിനക്കിതൊരു കേസ് മാത്രമാണ്. പക്ഷേ ഒരു കേസിന്റെ പേരിൽ നീ ഒരു കുടുംബമാണ് തകർക്കുന്നത്. കുടുംബം തകർക്കുന്നത് ഞാനല്ല മോഹനേട്ടാ. ഭാര്യയോട് മാന്യമായും സ്നേഹമായും പെരുമാറാത്ത ശിവദാസനാണ്. സത്യം പറഞ്ഞ ഭാര്യ ബഹുമാനമില്ലാത്ത ഒരു ഭർത്താവിനെ അംഗീകരിക്കേണ്ട കാര്യം ഒരു ഭാര്യയ്ക്കും ഇല്ല. കേട്ടു ഉത്തമ? കള്ളുകുടിനാണെ നമുക്ക് പിന്നെ സഹിക്കാം. കള്ളു കുടിക്കാത്ത നാട്ടിൽ മാന്യന്മാരായി നടക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. അവരുടെയൊക്കെ വീട്ടിലെ പെരുമാറ്റത്തെ കുറിച്ച് നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അത്തരം
ഭർത്താവിനെതിരെ ഒരു കേസ് അധികം താമസിക്കാതെ ഉണ്ടാവും. കേസിന്റെ കാര്യം ഞാൻ വിളിച്ച് പറഞ്ഞോളാന്ന് രാധവനോട് പറഞ്ഞേക്ക്. സാറേ, കള്ള് കുടിക്കാത്ത നാട്ടിൽ മാന്യനായ ഭർത്താവ് എന്നതുകൊണ്ട് വക്കീൽ ആരെയാണ് ഉദ്ദേശിച്ചത്? അവള് വാശി എടുക്കുന്ന നാട്ടിലെ കള്ളന്മാർക്കും പിടിച്ചുപറിക്കാർക്കും വേണ്ടി കേസ് വാദിക്കാൻ നിനക്ക് നാണമില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അതിന്റെ വാശിയാ. അല്ല സാറേ, ഒരു വക്കീലാവുമ്പോഴേ ഈ മാന്യന്മാരുടെ കേസ് മാത്രമേ വാദിക്കൂ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേസേ കാണൂലല്ലോ. പക്ഷെ ഉത്തമ, നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഏതോ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഒരുത്തിന്റെ കേസാണ് ഇന്ന് അവൾ വാദിക്കാൻ പോകുന്നത്. അത്തരക്കാരെ സഹായിച്ചാൽ അവർ ഇനി ഇത് ആവർത്തിക്കില്ലേ എന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി. അത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്തൊരു കാര്യമില്ല. മോഹനിഷ്ടം പറയാനുള്ള എവിടെയായാലും പറയും. എന്റെ കാഞ്ചന സാറേ, ഒന്നും പറയണ്ട. ഒരു അത്യാവശ്യം വരുമ്പോ ഉപകരിക്കുമല്ലോ എന്ന് കരുതി ഞാനൊരു ചിട്ടി ചേർന്നതാ. കഴിഞ്ഞ മാസം ചിട്ടി കിട്ടുകയും ചെയ്തു. പക്ഷേ കാശ് ചോദിക്കുമ്പോ നാളെ തരാം, മറ്റന്നാ തരാം എന്നാണ് പറയുന്നത്. പ്രഭേ, ഇക്കാലത്ത് അത്തരം ആളുകളെയൊന്നും വിശ്വസിക്കരുത്. മോഹനേഷ് സാർ പറയുന്ന പോലെ സഹകരണ ബാങ്കിൽ ചിട്ടിക്ക് ചേർന്നാൽ തട്ടിപ്പുണ്ടാവാതെ നോക്കാം. നമസ്കാരം. നമസ്കാരം. കരമടയ്ക്കാൻ വന്നതാ. കഴിഞ്ഞ കൊല്ലത്തെ രസീതുണ്ടോ കയ്യില്? ആ, ഉണ്ട്. ദാ. അയ്യോ, ഇതിന്റെ കരം അടയ്ക്കാൻ പറ്റില്ല. അതെന്താ? ഏതെങ്കിലും കേസുണ്ടോ ചേട്ടനെതിരെ? എനിക്കെതിരെ ഇല്ല, മകനെതിരെ കേസുണ്ട്. കോടതിയിൽ നിന്ന് ഒരു അറ്റാച്ച്മെന്റ് വന്നിരിക്കുക. ആ കേസിന് തീർപ്പാവാതെ കരയടയ്ക്കാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത്. അത്യാവശ്യമാ. അത് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അറ്റാച്ച്മെന്റ് മാറാതെ കരം വാങ്ങാൻ പറ്റില്ല. ഇതാ. മകൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടാവും, പാവം. വിനയന്തിന്റെ അച്ഛനല്ലേ? അതെ, നാരായണൻ. അച്ഛൻ എന്നെ മനസ്സിലായില്ലേ? ഞാൻ മോഹനകൃഷ്ണൻ, കോളേജില് വിനയന്റെ കൂടെ പഠിച്ചതാ. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വിനയൻ ഗൾഫിലാണല്ലേ? അതെ, ഗൾഫിലായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്ന് ഇവിടെ കുറെ ബിസിനസ് ആയിട്ടൊക്കെ നടക്കുകയായിരുന്നു. എന്താ ഇവിടെ? കരമടയ്ക്കാൻ വന്നതാ. അടച്ചോ? അടയ്ക്കാൻ പറ്റിയില്ല. എന്തു പറ്റി? ഒക്കെ വിധിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്താ കാര്യം? എന്താണേലും പറഞ്ഞോളൂ. ഞാനാ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ. സഹായിക്കാൻ എനിക്ക് പറ്റും. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. എന്താ പ്രശ്നം? അവൻ ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങി. ഗൾഫിൽ കൂടെ ഉണ്ടായിരുന്നൊരു കൂട്ടുകാരനെയും ബിസിനസ് ഷെയർ ചേർത്തു. കൃഷ്ണകുമാർ എന്നൊരാൾ. ആദ്യമൊക്കെ ബിസിനസ് നന്നായി പോയതാ. പക്ഷേ കൃഷ്ണകുമാർ ഇതിനിടയിൽ ചില തട്ടിപ്പുകൾ നടത്തുന്നത് വിനയൻ അറിഞ്ഞില്ല. അയാളുടെ സ്വന്തം ബിസിനസ്സിനായി പല സ്ഥലങ്ങളിൽ നിന്ന് കൃഷ്ണകുമാർ കാശ് കടം വാങ്ങി. അതിനൊക്കെ ജാമ്യമായി കൊടുത്തത് വിനയൻ ഒപ്പിട്ട ചെക്കുകൾ. വിനയൻ എന്തിനാ അങ്ങനെ ചെക്കൊപ്പിട്ട് കൊടുത്തത്? അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അവരുടെ ബിസിനസ് ആവശ്യത്തിനാണെന്ന് പറഞ്ഞാ ഒപ്പിട്ട് വാങ്ങിയത്. പക്ഷേ കൃഷ്ണകുമാറിന്റെ ആവശ്യത്തിന് അത് ഉപയോഗിച്ചു. ചെക്കുകൾ പണമില്ലാതെ മടങ്ങി വന്നപ്പോൾ കേസായി. സാമ്പത്തിക തട്ടിപ്പെന്ന് പറഞ്ഞ് ആളുകൾ പോലീസിൽ പരാതിപ്പെട്ടു. കൃഷ്ണകുമാറിന് പോലീസിലൊക്കെ ആളുകളുണ്ട്. അതുകൊണ്ട് കേസ് വിനയനെതിരെ മാത്രമായി. അറസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നിയപ്പോൾ അവൻ തൽക്കാലം മാറിയിരുന്നു.
അതോടെ പണം പിരിച്ച് നാട് വിട്ടെന്നായി കേസ്. കുറച്ച് ഭൂമി സ്വന്തമായുണ്ട്. അത് പണയപ്പെടുത്തി കുറച്ച് പണം വാങ്ങി ഏർപ്പാട് തീർക്കാമെന്ന് കരുതി ഇറങ്ങിയതാ ഞാൻ. പണം കിട്ടണമെങ്കിൽ കരം തീർത്ത രസീത് വേണം. പക്ഷെ ഇവിടെ വന്നപ്പോൾ കരം തീർക്കാൻ പറ്റില്ലെന്ന് ആ കുട്ടികൾ പറഞ്ഞു. പറ്റില്ലേ? എന്താ? എൻ്റെ പേരിലുള്ള വസ്തുവിന്മേൽ കോടതിയുടെ അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന്. അത് മാറാതെ കരമടയ്ക്കാൻ പറ്റില്ല. ആരെങ്കിലും കേസ് കൊടുത്താവും. അങ്ങനെ ഉണ്ടായാൽ കരം തീർക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. അപ്പോൾ ആ വഴിയും അടഞ്ഞു. അങ്ങനെ കരുതണ്ട. നല്ലൊരു വക്കീലിനെ വെച്ച് കേസ് വാദിച്ച അറ്റാച്ച്മെന്റ് ഒഴിവാക്കിയെടുക്കാൻ പറ്റുമല്ലോ. എനിക്ക് വക്കീലന്മാരെ ഒന്നും അറിയില്ല. വിനയനാണെങ്കിൽ നാട്ടിലില്ല താനും. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? അച്ഛൻ പേടിക്കണ്ട, ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം. വിനയന്റെ കാര്യമില്ലേ, എനിക്ക് പറ്റും പോലെ ഞാൻ സഹായിക്കും. പറയുന്നത് കൊണ്ട് മോൻ വേറൊന്നും വിചാരിക്കരുത്. നല്ല വക്കീലിനെ കണ്ടുപിടിച്ചാലും അവർക്ക് കൊടുക്കാൻ ഒരുപാട് പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല. അതിനും വഴിയുണ്ടാക്കാം. ഈ കേസ് വാദിക്കാൻ പറ്റിയ ഒന്നാം തരം വക്കീലിനെ എനിക്കറിയാം. ഭാമേ, ഷർട്ട് കൊണ്ട് മാറിക്കോ, ഞാൻ ഇപ്പൊ തന്നെ ചായ എടുക്കാം. ഭാമേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച വിനേന്ദ്രന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? ഗൾഫിൽ പോയ വിനേന്ദ്രനല്ലേ? ആ അതെ. അവൻ ഗൾഫിലെ ജോലിയൊക്കെ മതിയാക്കി ഇവിടെ നിന്ന് എന്തോ ബിസിനസ് ചെയ്യുകയായിരുന്നു. അവന് ഒരു അബദ്ധം പറ്റി. എന്തബദ്ധം? ഒരു കൂട്ടുകാരൻ്റെ കൂടെ പങ്കുവച്ചോടം തുടങ്ങി. കൂട്ടുകാരൻ ആർക്കൊക്കെ കൊടുക്കാണ്ടായിരുന്ന പണത്തിന് വേണ്ടി വിനയനെ അറിയാതെ വിനയന്റെ ചെക്ക് കൊടുത്തു. അക്കൂട്ടത്തിൽ പൈസ ഇല്ലാതെ ചെക്ക് മടങ്ങി. സംഗതി കേസായി. അവനെ ഇപ്പോ പോലീസ് അന്വേഷിക്കുക. അതുകൊണ്ട് വിനയന്റെ അച്ഛനെ ആഫീസിൽ നിന്ന് കണ്ടിരുന്നു. ഒന്നിനും നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ അവര്. കേസ് വാദിക്കാൻ ഒരു നല്ല വക്കീലിനെ കിട്ടാൻ പോലും ഇല്ല. ആര് പറഞ്ഞു? നാട്ടിൽ 900 വക്കീലന്മാരുണ്ടെന്നല്ലേ മോഹനേട്ടൻ പറയാറുള്ളത്. പിന്നെന്താ കുഴപ്പം? വാദിച്ച പോരല്ലോ, ജയിക്കണ്ടേ? നല്ല വക്കീലന്മാർ വലിയ ഫീസ് ചോദിക്കുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേ മോഹനേട്ടൻ വേണ്ടത്. എന്നാലും വിനയന്റെ അച്ഛൻ പറയുന്ന കേട്ടപ്പോ എനിക്ക് ആകെ വിഷമം തോന്നി. നിന്നെ കൊണ്ട് കേസ് വാദിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഞാനോ? മോഹനേട്ടൻ എന്താ ഈ പറയുന്നത്? ഇത് വലിയൊരു സാമ്പത്തിക തട്ടിപ്പല്ലേ? അങ്ങനെയുള്ളവരുടെയൊക്കെ കേസ് വാദിക്കുന്നത് ശരിയാണോ? ഞാനില്ലേ? നീ വിചാരിക്കുന്ന പോലല്ല. ഈ വിനയേന്ദ്ര ഒരു പാവ. അവൻ ആരുടെ 1 രൂപ പോലും പറ്റിച്ചിട്ടില്ല. എന്നിട്ടാണ് പോലീസ് കേസെടുത്തത്. അതിപ്പോ പോലീസുകാർ മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസാ. അവർ വിനയന്റെ കൂട്ടുകാരൻ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയെന്ന വിനയന്റെ അച്ഛൻ പറയുന്നത്. മോഹനേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ഈ പോലീസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സംവിധാനമല്ലേ? അവരങ്ങനെയൊക്കെ ചെയ്യൂ? അമ്മേ, യോഹന്നാന്റെ കേസ് വാദിച്ചതിന് ഞാൻ രാവിലെ നിന്നെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ നീ വാശി പിടിക്കണമെന്ന് എനിക്കറിയാം. പക്ഷേ യോഹന്നാനെ പോലെ അല്ല വിനയൻ. ആദ്യം ഞാൻ കരുതിയത് യോഹന്നാൻ മാന്യനാണെന്നാണ്. ഞാൻ അയാളുടെ കേസ് വാദിച്ചു. പക്ഷേ അതിന് മോഹനേട്ടൻ എന്നെ എന്തൊക്കെയാ പറഞ്ഞത്? കാശ് കിട്ടുമെന്ന് കരുതി എന്ത് വൃത്തികേടും ചെയ്യരുത്. ഒരു കേസ് വരുമ്പോ ആദ്യം കക്ഷിയെപ്പറ്റി ശരിക്കും അന്വേഷിക്കണം. സത്യസന്ധരുടെ കേസുകൾ മാത്രമേ വാദിക്കാവുള്ളൂ എന്നല്ലേ? പക്ഷേ വിനയൻ സത്യസന്ധനാണല്ലോ. അത് മോഹനേട്ടൻ പറയുന്നതല്ലേ? എനിക്കതിൽ വിശ്വാസം പോരാ. എന്തായാലും ഇന്ന് രാവിലെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി മോഹനേട്ടൻ പറയുന്നത് പോലെ സാമ്പത്തിക തട്ടിപ്പുകാരുടെ കേസുകളൊന്നും ഞാൻ വാദിക്കില്ല. എനിക്കെന്നെ ഭർത്താവ് പറയുന്നല്ലേ കാര്യം. ഇന്ന് രാവിലെ ഒരു കേസിന്റെ കാര്യം ഞാൻ സത്യപാലനെ വിളിച്ച് ഓർമ്മിച്ചതാണല്ലോ പ്രശ്നം. ആഫീസിൽ ചെന്നപാട് സത്യപാലനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് ആ കേസ് വേണ്ട എന്ന്. അതുപോലെ അല്ലല്ലോ ഇത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് എന്താ മോഹനേട്ട കാര്യം? മോഹനേട്ടന് വേണ്ടപ്പെട്ട ആളാണെങ്കിലും അല്ലെങ്കിലും കള്ളം തന്നെയല്ലേ? വിനയൻ ഒരിക്കലും കള്ളം ചെയ്യില്ല.
കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ സകല ആവശ്യങ്ങൾക്കും അവൻ എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. ഒരിക്കൽ കോളേജ് സമരം നടന്നപ്പോ ജനാലച്ചിലെ എറിഞ്ഞ് തകർത്തെന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ എന്നെ സസ്പെൻഡ് ചെയ്യാൻ ഒരുങ്ങിയതാ. എറിഞ്ഞത് ഞാനായിരുന്നില്ല. പക്ഷേ എറിഞ്ഞ ആളെ കാണിച്ചു തന്നില്ലെങ്കിൽ എനിക്കെതിരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞപ്പോ വിനയൻ എന്നോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ കുറ്റമേറ്റ് സസ്പെൻഷൻ ഏറ്റുവാങ്ങി. അങ്ങനെ അവന് പരീക്ഷ എഴുതാൻ പറ്റാതെ പോയത്. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവൻ എഴുതിയാലും ജയിക്കാൻ പോകുന്നില്ല, അതുപോലല്ല നീ എഴുതി നല്ല മാർക്ക് വാങ്ങണമെന്ന്. അവരന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അവനൊരു ആവശ്യം വന്നപ്പോ എനിക്ക് സഹായിക്കാനും പറ്റുന്നില്ല. സാരമില്ല, നിന്റെ വാശി അടക്കട്ടെ, അല്ല എന്ത് പറയാനാ. ഹലോ, അതെ. ആ വിനേന്ദ്ര, നീ എവിടെ? ഇന്ന് അച്ഛൻ വില്ലേജ് ഓഫീസ് വന്നിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഞാൻ അച്ഛനോട് ഏറ്റതാ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലടാ. എന്നിട്ട് ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഓ, എന്നിട്ട് എന്തായി? ചായ. വിനേന്ദ്രൻ ഇന്നലെ നിന്റെ ആഫീസ് ഒന്ന് കണ്ടിരുന്നു? കണ്ടു. എന്നിട്ട് നീ എന്താ പറയാതിരുന്നത്? മോഹനേട്ടനോട് പറയണ്ട, വിനയന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടനത് വിഷമാവെന്ന് പറഞ്ഞു. മോഹനേട്ടന്റെ പഴയ കൂട്ടുകാരനാണെന്ന് വിനേന്ദ്രൻ പറഞ്ഞപ്പോഴേ ഞാൻ ആ കേസ് ഏറ്റെടുത്തതല്ലേ. ഇന്ന് രാവിലെ സത്യപാലനോട് ഞാൻ ഫോണിൽ പറഞ്ഞത് വിനേന്ദ്രന്റെ കാര്യ. രാവിലെ 11 മണിക്ക് ഞങ്ങൾ മുൻകൂർ ജാമ്യത്തിന് ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു. അപ്പോ ജാമ്യം കിട്ടും അവന്? പിന്നെ കിട്ടാതെ എവിടെ പോവാൻ? നാളെ കോടതിയിൽ ഈ സത്യഭാമയുടെ വക ഒരു കസർത്തുണ്ടല്ലോ. അഡ്വക്കേറ്റ് സത്യഭാമ ആരാണെന്ന് അപ്പൊ മനസ്സിലാവും ഈ മോഹനേഷ് സാറിന്. എന്നാലും നീ ഇന്നലെ പറയാറുണ്ട്, മോശമായി പോയി. നാളെ ജാമ്യം കിട്ടിയിട്ട് മോഹനോട് പറയാന്നാ ഞാൻ കരുതിയിരുന്നത്. അപ്പൊ അതിന്റെ മോഹനേട്ടൻ ഭയങ്കര സന്തോഷാവില്ലേ? മോഹനേട്ടാ, വിനയേന്ദ്രൻ പണ്ട് മോഹനേട്ടന് വേണ്ടി കുറ്റം ഏറ്റെടുത്ത് പരീക്ഷ എഴുതാതെ പോയ കാര്യം മോഹനേട്ടൻ മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വിനയേന്ദ്രൻ കാണാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഇതാണ് ആളെന്ന്. മോഹനേട്ടനെ ഒരു വലിയ കുഴപ്പത്തിൽ നിന്ന് രക്ഷിച്ച ഒരാൾക്കൊരു കുഴപ്പമുണ്ടാകുമ്പോ ഈ സത്യഭാമയൊന്ന് നോക്കി നിൽക്കുവോ? ഇതൊരു ചെറിയ കേസല്ലേ, ഞാനത് പുഷ്പം പോലും ജയിക്കില്ലേ? ഇനിയിപ്പോ ഇത് വലിയ കേസാണെങ്കിൽ പോലും ഞാനത് വെറുതെ വിടുവോ? മോഹനേട്ടന് വേണ്ടപ്പെട്ട ഒരാൾക്കൊരു അപകടം വരാൻ ഞാൻ സമ്മതിക്കുവോ? നന്ദി. എന്ത് നന്ദി? അതെ, ഈ നന്ദി മാത്രം പോരാ, ഫീസ് വേണം. എത്ര രൂപ? രൂപ ഞാൻ വിനേന്ദ്രനോട് വാങ്ങിച്ചോളാം. വില്ലേജ് ഓഫീസർ തരേണ്ടത് വേറെ ഫീസാ. ഫീസ് ഇങ്ങ പറയാം, ചെവി ഇങ്ങതാ പറയാം. എന്ത്? പഴയ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി വന്നാൽ ഭാര്യയുടെ കാല് പിടിക്കാൻ പോലും വില്ലേജ് ഓഫീസർ തയ്യാറായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. മോഹനകൃഷ്ണൻ മനസ്സിൽ കണ്ടത് ഭാമ മാനത്ത് കണ്ടു. മഹാഭാഗ്യവാനായ ഈ വില്ലേജ് ഓഫീസർക്കും സ്നേഹസമ്പന്നയായ ഈ വക്കീലിനും അഭിവാദ്യം അർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം.